ഡാൻഡൽ സയൻസിലെ ഒരു ചരിത്രനിർമ്മിതമായ കണ്ടുപിടുത്തം. 2025 ഏപ്രിൽ 14-ന് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഒരു വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ലണ്ടനിലെ കിങ്സ് കോളേജിലെ ശാസ്ത്രജ്ഞർ ആദ്യമായി ഒരു ലാബറട്ടറിയിൽ മനുഷ്യന്റെ പല്ല് ഹ്യൂമൻ ടൂത്ത് വിജയകരമായി വളർത്തിയെടുത്തിരിക്കുന്നു. ഈ കണ്ടുപിടുത്തം പല്ലിന്റെ പരമ്പരാഗത ചികിത്സാരീതികളായ ഫില്ലിങ്സ്, ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നിവയ്ക്ക് ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് ഈ ലാബ് ഗ്രോൺ ഹ്യൂമൻ ടീത്ത്? ഇത് എങ്ങനെ സാധ്യമായി? ഈ ടെക്നോളജി ഭാവിയിൽ ഡെന്റിസ്ട്രിയെ എങ്ങനെ മാറ്റിമറിക്കും? 3D പ്രിന്റിംഗും ബയോപ്രിന്റിംഗും ഈ മേഖലയിൽ എന്തു സ്വാധീനം ചെലുത്തുന്നു? ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നാം കണ്ടെത്തും. ശാസ്ത്രത്തിന്റെ മാന്ത്രികതയും മനുഷ്യന്റെ നൂതനമായ കണ്ടുപിടുത്തങ്ങളും ഒന്നിച്ചു കാണുന്ന ഒരു യാത്ര ആരംഭിക്കാം. ഈ വാർത്ത ഡെന്റൽ സയൻസിന്റെ ഒരു വലിയ ചുവടുവെപ്പാണ്. കിങ്സ് കോളേജ് ലണ്ടനിലെ ശാസ്ത്രജ്ഞർ ഒരു ലാബറട്ടറി എൻവയോൺമെന്റിൽ മനുഷ്യന്റെ പല്ല് വളർത്തിയെടുക്കാൻ വിജയിച്ചിരിക്കുന്നു. ഈ ലാബ് ഗ്രോൺ ടീത്ത് ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മെറ്റീരിയൽ നാച്ചുറൽ ടൂത്ത് ഡെവലപ്മെന്റിന് ആവശ്യമായ എൻവയോൺമെന്റിനെ അനുകരിക്കുന്നു. ഈ മെറ്റീരിയൽ സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അതായത് ഒരു സെൽ മറ്റൊരു സെല്ലിനോട് ഒരു ടൂത്ത് സെല്ലായി വികസിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഇംപീരിയൽ കോളേജ് ലണ്ടനുമായി സഹകരിച്ച് നടത്തിയ ഈ റിസർച്ച് 10 വർഷത്തിലേറെ നീണ്ട ശ്രമങ്ങളുടെ ഫലമാണ്. ഡോക്ടർ ആന ആഞ്ചലോവ വോൾകോനി, കിങ്സ് കോളേജിലെ റീജനറേറ്റീവ് ഡെന്റിസ്ട്രി ഡയറക്ടർ, ഈ റിസർച്ചിനെ ഡെന്റൽ കെയറിനെ വിപ്ലവകരമാക്കാൻ കഴിവുള്ളതെന്ന് വിശേഷിപ്പിക്കുന്നു. 2025 ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു, ഈ കണ്ടുപിടുത്തം മനുഷ്യന്റെ പല്ലിന്റെ റീജനറേഷനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ജ്ഞാനത്തിലെ വിടവുകളെ നികത്തുന്നു. പല്ലിന്റെ സ്ട്രക്ചർ, ഇനാമൽ മുതൽ ഡെന്റിൻ വരെ ഒരു ലാബിൽ റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് റീജനറേറ്റീവ് മെഡിസിന്റെ ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റാണ്. ഈ ലാബ് ഗ്രോൺ ടീയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പല്ലുകൾ രോഗിയുടെ സ്വന്തം സെല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് ഒരു നാച്ചുറൽ റീജനറേഷൻ പ്രോസസ്സിനെ സാധ്യമാക്കുന്നു. ഈ പല്ലുകൾ താടിയെല്ലിൽ സ്വാഭാവികമായി ഉൾച്ചേരുന്നു, ഒപ്പം ഒരു നാച്ചുറൽ ടൂത്തിനെപ്പോലെ സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഷ്യൂചെൻ ഷാങ്, കിങ്സ് കോളേജിലെ ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി, ഓറൽ ആൻഡ് ക്രാനിയോഫേഷ്യൽ സയൻസസിലെ ഒരു റിസർച്ചർ, വിശദീകരിക്കുന്നു, ഫില്ലിങ്സ് ടൂത്ത് സ്ട്രക്ചറിനെ ദുർബലമാക്കുന്നു, അവയ്ക്ക് ഒരു ലിമിറ്റഡ് ലൈഫ് സ്പാൻ ഉണ്ട്, ഒപ്പം ഫർദർ ഡീകേ, സെൻസിറ്റിവിറ്റി എന്നിവയ്ക്ക് കാരണമാകാം. ഇംപ്ലാന്റ്സിന് ഇൻവേസീവ് സർജറി ആവശ്യമാണ്, ഒപ്പം ഇംപ്ലാന്റും ആൽവിയോളർ ബോണും തമ്മിൽ ഒരു ഗുഡ് കോമ്പിനേഷൻ വേണം. ഈ രണ്ടു സൊല്യൂഷനുകളും ആർട്ടിഫിഷ്യലാണ്, ഒപ്പം നാച്ചുറൽ ടൂത്തിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായി റിസ്റ്റോർ ചെയ്യുന്നില്ല. എന്നാൽ ലാബ് ഗ്രോൺ ടീത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇവ സ്ട്രോങ്കർ, ലോങ്കർ ലാസ്റ്റിംഗ്, ഒപ്പം റിജക്ഷൻ റിസ്കുകളിൽ നിന്ന് ഫ്രീ ആണ്. 2025 BBC റിപ്പോർട്ട് പറയുന്നു, ഈ ടീത്ത് ഫില്ലിങ്സിനും ഇംപ്ലാന്റ്സിനും ഒരു ബയോളജിക്കലി കോമ്പാറ്റിബിൾ സൊല്യൂഷൻ വാഗ്ദാനം ചെയ്യുന്നു, ഒപ്പം ഡെന്റൽ കെയറിന്റെ ഫ്യൂച്ചറിനെ റീഡിഫൈൻ ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്. നിലവിലുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകളുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ഫില്ലിങ്സ് പല്ലിന്റെ സ്ട്രക്ചറിനെ ദുർബലമാക്കുന്നു, ഒപ്പം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇത് പല്ലിന്റെ ഡീകേ, സെൻസിറ്റിവിറ്റി, ഒപ്പം ഫർദർ ഡാമേജ് എന്നിവയ്ക്ക് കാരണമാകാം. ഡെന്റൽ ഇംപ്ലാന്റ്സ് ഇൻവേസീവ് സർജറി ആവശ്യമാണ്. ഇംപ്ലാന്റ് താടിയെല്ലിന്റെ ആൽവിയോളർ ബോണുമായി ശരിയായി ഉൾച്ചേരേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ലോങ് ടേം കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകാം. 2025 ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു, ഇംപ്ലാന്റ്സ് ഒരു ആർട്ടിഫിഷ്യൽ സൊല്യൂഷനാണ്, ഒപ്പം ഒരു നാച്ചുറൽ ടൂത്തിന്റെ ഫംഗ്ഷനുകളെ പൂർണ്ണമായി മിമിക് ചെയ്യുന്നില്ല. മാത്രമല്ല, ഇംപ്ലാന്റ്സ് ബോഡിയാൽ റിജക്ഷന്റെ റിസ്ക് ഉൾക്കൊള്ളുന്നു. ഡോക്ടർ സോയേഴ്സ് ഓ ടൂൾ, കിങ്സ് കോളേജിലെ ഒരു ക്ലിനിക്കൽ ലെക്ചറർ ഇൻ പ്രോസ്റ്റോഡോണ്ടിക്സ്, പറയുന്നു, ഈ ന്യൂ ടെക്നോളജി ഓഫ് റീഗ്രോയിങ് ടീത്ത് ഡെന്റിസ്റ്റുകൾക്ക് ഒരു ഗെയിം ചേഞ്ചർ ആകാം. എന്റെ ലൈഫ് ടൈമിൽ ഇത് ഒരു വയബിൾ ആൾട്ടർനേറ്റീവ് ആകുമോ? പോസിബിൾ. എന്റെ കുട്ടികളുടെ ഡെന്റൽ ലൈഫ് ടൈമിൽ മേ ബി. എന്നാൽ എന്റെ കുട്ടികളുടെ ലൈഫ് ടൈമിൽ ഹോപ്പ്ഫുള്ളി. ഈ വിഷൻ ലാബ് ഗ്രോൺ ടീയത്തിന്റെ ട്രാൻസ്ഫോർമേറ്റീവ് പൊട്ടൻഷ്യലിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ലാബ് ഗ്രോൺ ടീത്ത് എങ്ങനെയാണ് മനുഷ്യന്റെ വായിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക? ശാസ്ത്രജ്ഞർ രണ്ടു സാധ്യതകൾ പരിശോധിക്കുന്നു. ഒന്ന്, ഒരു പുൾ ടൂത്ത് ലാബിൽ വളർത്തിയെടുത്ത് രോഗിയുടെ വായിൽ ഇംപ്ലാന്റ് ചെയ്യുക. 2, യങ് ടൂത്ത് സെല്ലുകൾ മിസ്സിംഗ് ടൂത്തിന്റെ ലൊക്കേഷനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, ഒപ്പം അവ വായിൽ തന്നെ വളരാൻ അലവ് ചെയ്യുക. ഷ്യൂചെൻ ഷാങ് വിശദീകരിക്കുന്നു, ഈ രണ്ടു ഓപ്ഷനുകൾക്കും ടൂത്ത് ഡെവലപ്മെന്റിന്റെ വെരി എർലി പ്രോസസ് ലാബിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ടെക്നോളജി ഒരു ബയോ എഞ്ചിനീയർഡ് എൻവയോൺമെന്റ് ഉപയോഗിക്കുന്നു, അവിടെ സ്റ്റെം സെല്ലുകൾ ടൂത്ത് ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. 2025 മെട്രോ ന്യൂസ് റിപ്പോർട്ട് പറയുന്നു, ഈ മെറ്റീരിയൽ ബോഡിയിലെ മാട്രിക്സിനെ മിമിക് ചെയ്യുന്നു, ഒപ്പം സെല്ലുകൾക്ക് ടൂത്ത് ഡെവലപ്മെന്റിന്റെ സിഗ്നലുകൾ അയക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു.
ഈ ടെക്നോളജി മനുഷ്യന്റെ സ്വന്തം സെല്ലുകൾ ഉപയോഗിക്കുന്നതിനാൽ റിജക്ഷൻ റിസ്കുകൾ ഗണ്യമായി റിഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഇന്റഗ്രേഷൻ പ്രോസസ് ഒരു കോംപ്ലക്സ് ചലഞ്ചാണ്. ടീത്ത് ജോബോണുമായി സ്ട്രക്ചറലി അലൈൻ ചെയ്യണം, ഒപ്പം ച്യൂയിങ്, ബൈറ്റിംഗ് പോലുള്ള ഫംഗ്ഷനുകൾ സപ്പോർട്ട് ചെയ്യണം. ഈ കണ്ടുപിടിത്തം റീജനറേറ്റീവ് ഡെന്റിസ്ട്രിയുടെ ഒരു വലിയ ചുവടുവെപ്പാണ്. റീജനറേറ്റീവ് ഡെന്റിസ്ട്രി ബോഡിയുടെ നാച്ചുറൽ റിപ്പയർ മെക്കാനിസങ്ങളെ ഉപയോഗിച്ച് ഡാമേജ്ഡ് ടിഷ്യൂസിനെ റിസ്റ്റോർ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. കിങ്സ് കോളേജിലെ സെന്റർ ഫോർ ക്രാനിയോഫേഷ്യൽ ആൻഡ് റീജനറേറ്റീവ് ബയോളജി ഈ ഫീൽഡിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആണ്. 2024 ഒരു കിങ്സ് കോളേജ് വെബ്സൈറ്റ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു, ഈ സെന്റർ സ്റ്റെം സെൽ ബയോളജി, ടൂത്ത് ബയോ എഞ്ചിനീയറിംഗ് എന്നിവയിൽ വേൾഡ് ലീഡർഷിപ്പ് നൽകുന്നു. ഈ ലാബ് ഗ്രോൺ ടീത്ത് മനുഷ്യന്റെ പല്ലിന്റെ റീജനറേഷനെ പോസിബിൾ ആക്കുന്നു, ഒപ്പം ഷാർക്സ്, എലിഫന്റ്സ് പോലുള്ള ആനിമൽസിന്റെ റീജനറേറ്റീവ് കപ്പാസിറ്റിയെ മനുഷ്യന്റെ ഡെന്റൽ കെയറിലേക്ക് മിമിക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഷാർക്സ് മൾട്ടിപ്പിൾ സെറ്റ്സ് ഓഫ് ടീത്ത് റീജനറേറ്റ് ചെയ്യുന്നു, എന്നാൽ ഹ്യൂമൻസിന് ഈ എബിലിറ്റി നാച്ചുറലി ഇല്ല. ലാബ് ഗ്രോൺ ടീത്ത് ഈ ബയോളജിക്കൽ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ എയിം ചെയ്യുന്നു. 3D പ്രിന്റിംഗ് ഡെന്റിസ്ട്രിയിൽ ഓൾറെഡി ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2025 ഈ ലാബ് ഗ്രോൺ ടീത്ത് ബ്രേക്ക് ത്രൂ 3D പ്രിന്റിംഗിന്റെയും ബയോപ്രിന്റിംഗിന്റെയും ഫ്യൂച്ചർ പോസിബിലിറ്റീസുമായി കണക്റ്റഡ് ആണ്. 3D പ്രിന്റിംഗ് ഡെന്റൽ പ്രോസ്തെറ്റിക്സ്, ഓർത്തോഡോണ്ടിക്സ്, ഇംപ്ലാന്റ്സ്, ഒപ്പം സർജിക്കൽ പ്ലാനിംഗ് എന്നിവയിൽ യൂസ് ചെയ്യപ്പെടുന്നു. ഉദാഹരണമായി 3D പ്രിന്റഡ് ക്രൗൺസ്, ബ്രിഡ്ജസ്, ഡെൻചേഴ്സ് ഹൈലി കസ്റ്റമൈസ്ഡ് ആണ്, ഒപ്പം മെറ്റീരിയൽ വേസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നു. 2021 ഒരു പ്ലാൻമെക്ക റിപ്പോർട്ട് വിശദീകരിക്കുന്നു, കിങ്സ് കോളേജിലെ ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി, ഓറൽ ആൻഡ് ക്രാനിയോഫേഷ്യൽ സയൻസസ് 3D പ്രിന്റിംഗ് ടെക്നോളജിയെ ഡെന്റൽ എഡ്യൂക്കേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. പ്ലാൻമെക്ക എമറാൾഡ് എസ് ഡിജിറ്റൽ ഇംപ്രഷൻ സ്കാനേഴ്സ്, പ്ലാൻമെക്ക പ്ലാൻമിൽ മില്ലിംഗ് മെഷീനുകൾ എന്നിവ യൂസ് ചെയ്യുന്നു. ഈ ടെക്നോളജി സ്റ്റുഡൻസിന് ലേറ്റസ്റ്റ് ഡിജിറ്റൽ ടെക്നോളജീസിൽ ട്രെയിനിങ് നൽകുന്നു. 3D പ്രിന്റിംഗ് ഡെന്റൽ ലാബ്സിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു, ഒപ്പം പേഷ്യന്റ് സ്പെസിഫിക് സൊല്യൂഷനുകൾ ഡെലിവർ ചെയ്യുന്നു. ബയോപ്രിന്റിംഗ് 3D പ്രിന്റിംഗിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ്, ലിവിംഗ് സെല്ലുകളെ ഉപയോഗിച്ച് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. 2025 ഒരു സയൻസ് ഡയറക്ട് ആർട്ടിക്കിൾ വിശദീകരിക്കുന്നു, AI ഡ്രൈവൺ 3D ബയോപ്രിന്റിംഗ് ഡെന്റൽ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ പ്രിസിഷനും കസ്റ്റമൈസേഷനും എൻഹാൻസ് ചെയ്യുന്നു. ഈ ടെക്നോളജി ബയോയിങ്ക് പ്രോപ്പർട്ടീസും പ്രിന്റിംഗ് പാരാമീറ്റേഴ്സും ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ഒപ്പം ബയോകോമ്പാറ്റിബിലിറ്റിയും ഫങ്ഷണൽ ഇന്റഗ്രേഷനും എൻഷുവർ ചെയ്യുന്നു. കിങ്സ് കോളേജിലെ ലാബ് ഗ്രോൺ ടീത്ത് ഈ ബയോപ്രിന്റിംഗ് ടെക്നോളജിയുടെ ഒരു പ്രിലിമിനറി റിസൾട്ടാണ്. 2025 BBC റിപ്പോർട്ട് വിശദീകരിക്കുന്നു, ബയോപ്രിന്റിംഗ് ഗം ടിഷ്യൂ, ബോൺ, ഒപ്പം ഫുൾ ടീത്ത് റീജനറേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യാം. ബയോപ്രിന്റിംഗ് ഡെന്റിസ്ട്രിയിൽ പേഴ്സണലൈസ്ഡ് റീജനറേറ്റീവ് സൊല്യൂഷനുകളുടെ ന്യൂ എറ ഓപ്പൺ ചെയ്യുന്നു. ഈ ബ്രേക്ക് ത്രൂവിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണ്? ഡെന്റൽ ഹെൽത്ത് മനുഷ്യന്റെ ഓവറോൾ വെൽബീയിങ്ങിന്റെ ഒരു ക്രൂഷ്യൽ കോമ്പോണന്റ് ആണ്. 2025 മെട്രോ ന്യൂസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു, പുവർ ഓറൽ ഹെൽത്ത് ഈറ്റിംഗ്, സ്പീക്കിംഗ്, സോഷ്യലൈസിംഗ് എന്നിവയെ അഫക്റ്റ് ചെയ്യുന്നു, ഒപ്പം ഹാർട്ട് പ്രോബ്ലംസ്, ഇൻഫെക്ഷനുകൾ എന്നിവയ്ക്ക് കോസ് ആകാം. ഓൾഡർ അഡൽട്സ്, എസ്പെഷ്യലി കെയർ ഹോമുകളിൽ റെസൈഡ് ചെയ്യുന്നവർ ടൂത്ത് ഡിക്കേക്ക് ഹൈലി വൾണറബിൾ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലിനിക്കൽ എക്സലൻസിന്റെ ഡാറ്റ പ്രകാരം കെയർ ഹോമുകളിൽ താമസിക്കുന്ന 50% ഓൾഡർ അഡൽട്സിന് ടൂത്ത് ഡിക്കേയുണ്ട്, 75 വയസ്സിന് അബോവ് ഉള്ളവരിൽ 40%. ലാബ് ഗ്രോൺ ടീത്ത് ഈ ഇഷ്യൂസിന് ഒരു ലോങ് ടേം സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നു, ഒപ്പം ഡെന്റൽ കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഈ ടെക്നോളജി ഡെന്റൽ കെയറിന്റെ ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യാം. 2025 ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു, യുകെയിൽ ഓറൽ ഹെൽത്ത് ഇനിക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഒപ്പം NHS ട്രീറ്റ്മെന്റ് ആക്സസ് ചെയ്യാൻ അണേബിൾ ആയവർ DIY ഡെന്റിസ്ട്രി ലൈക്ക് സെൽഫ് ടൂത്ത് എക്സ്ട്രാക്ഷൻ റിസോർട്ട് ചെയ്യുന്നു. ലാബ് ഗ്രോൺ ടീത്ത് ഈ ചലഞ്ചസിന് ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം, ഒപ്പം ഡെന്റൽ കെയറിന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാം. 2024 ഒരു WHO ഓറൽ ഹെൽത്ത് റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഗ്ലോബലി 3.5 ബില്യൺ പീപ്പിൾ ഓറൽ ഡിസീസസിനാൽ അഫക്റ്റഡ് ആണ്, എസ്പെഷ്യലി ലോ ഇൻകം കമ്മ്യൂണിറ്റീസിൽ. ലാബ് ഗ്രോൺ ടീത്ത് അഫോർഡബിൾ റീജനറേറ്റീവ് സൊല്യൂഷനുകൾ ഓഫർ ചെയ്താൽ ഗ്ലോബൽ ഓറൽ ഹെൽത്ത് ഡിസ്പാരിറ്റീസ് അഡ്രസ് ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്. ഫ്യൂച്ചർ ചലഞ്ചസ് എന്തൊക്കെയാണ്? ലാബിൽ ടീത്ത് ഗ്രോ ചെയ്യുന്നത് ഒരു മേജർ സ്റ്റെപ്പ് ആണെങ്കിലും ഇവ രോഗിയുടെ വായിൽ സക്സസ്ഫുള്ളി ഇന്റഗ്രേറ്റ് ചെയ്യുക ഒരു ചലഞ്ചാണ്. 2025 BBC റിപ്പോർട്ട് വിശദീകരിക്കുന്നു, ശാസ്ത്രജ്ഞർ ഈ ടീത്ത് ജോയിൽ പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് എൻഷുവർ ചെയ്യേണ്ടതുണ്ട്. ടീത്ത് ബൈറ്റ് ഫോഴ്സസ് വിത്തൽസ്റ്റാൻഡ് ചെയ്യണം, ഒപ്പം സറൗണ്ടിംഗ് ടിഷ്യൂസുമായി ഹാർമോണിയസ്ലി ഇന്ററാക്ട് ചെയ്യണം.
ഡോക്ടർ ആന ആഞ്ചലോവ വോൾപോനി പറയുന്നു, ഈ ഫീൽഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇന്നൊവേറ്റീവ് ടെക്നിക്സിന്റെ ഇന്റഗ്രേഷൻ ഡെന്റൽ കെയറിനെ റെവല്യൂഷനൈസ് ചെയ്യും. ക്ലിനിക്കൽ യൂസിന് റെഡിയാകാൻ എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗ്, റെഗുലേറ്ററി അപ്രൂവൽസ്, ക്ലിനിക്കൽ ട്രയൽസ് എന്നിവ ആവശ്യമാണ്. 3D പ്രിന്റിംഗിന്റെ ഗ്ലോബൽ ഇമ്പാക്ട് എന്താണ്? 2025 ഡെന്റൽ 3D പ്രിന്റിംഗ് മാർക്കറ്റ്, ടെക്നോളജിക്കൽ ഇന്നൊവേഷനുകൾ, ഇൻക്രീസിംഗ് അഡോപ്ഷൻ ഓഫ് ഡിജിറ്റൽ വർക്ക്ഫ്ലോസ്, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റുകളുടെ ഡിമാൻഡ് എന്നിവയാൽ സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. 2021 3D പ്രിന്റിംഗ് ഇൻഡസ്ട്രി റിപ്പോർട്ട് വിശദീകരിക്കുന്നു, KU ലൂവൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് 3D പ്രിന്റഡ് ചിറ്റോസ് ആൻഡ് സ്കാഫോൾഡ്സ് ഡെവലപ്പ് ചെയ്തു ഡെന്റൽ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യാം. ഈ സ്കാഫോൾഡ്സ് ആൽവിയോളർ ബോൺ റീജനറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഒപ്പം ഡെന്റൽ ഇംപ്ലാന്റ്സിന്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. 3D പ്രിന്റിംഗ് ഡെന്റൽ ലാബ്സിന്റെ ടേണറൗണ്ട് ടൈം റിഡ്യൂസ് ചെയ്യുന്നു, പ്രിസിഷൻ എൻഹാൻസ് ചെയ്യുന്നു, പേഷ്യന്റ് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുന്നു. ബയോപ്രിന്റിംഗിന്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്താണ്? 2025 സയൻസ് ഡയറക്ടർ റിപ്പോർട്ട് വിശദീകരിക്കുന്നു, AI-ഡ്രൈവൺ 3D ബയോപ്രിന്റിംഗ് ടൂത്ത്, ഗം, ബോൺ സ്ട്രക്ചേഴ്സ് റീജനറേറ്റ് ചെയ്യാൻ കപ്പബിൾ ആയ ലിവിംഗ് ടിഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ടെക്നോളജി കിങ്സ് കോളേജിലെ ലാബ് ഗ്രോൺ ടീത്ത് റിസർച്ചിന്റെ നാച്ചുറൽ എക്സ്റ്റൻഷനാണ്. ബയോപ്രിന്റിംഗ് ഡെന്റൽ കെയറിന്റെ ന്യൂ എറ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, വെയർ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനിംഗ്, റീജനറേറ്റീവ് സൊല്യൂഷനുകൾ സ്റ്റാൻഡേർഡ് ആകും. 2024 നേച്ചർ ബയോടെക്നോളജി ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നു, ബയോപ്രിന്റിംഗ് കോംപ്ലക്സ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ലൈക്ക് പീരിയോഡോണ്ടൽ ലിഗമെന്റ്സ് റീക്രിയേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്, കംപ്ലീറ്റ് ഓറൽ റിസ്റ്റോറേഷൻ എനേബിൾ ചെയ്യുന്നു. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ടെക്നോളജി എന്തു സിഗ്നിഫിക്കൻസ് ഡിസർവ് ചെയ്യുന്നു? കേരളം ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ലീഡറാണ്. 2025 ഒരു മലയാളം ഹെൽത്ത് ജേണൽ റിപ്പോർട്ട് വിശദീകരിക്കുന്നു, കേരളത്തിലെ ഡെന്റൽ ക്ലിനിക്കുകൾ ഡിജിറ്റൽ ഡെന്റിസ്ട്രി 3D പ്രിന്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നു, പേഴ്സണലൈസ്ഡ് ഡെന്റൽ പ്രോസ്തെറ്റിക്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ലാബ് ഗ്രോൺ ടീത്ത് ഈ ട്രെൻഡിന്റെ ഫ്യൂച്ചർ സ്റ്റെപ്പാണ്, ഒപ്പം കേരളത്തിലെ ഡെന്റൽ പ്രാക്ടീസിനെ ഗ്ലോബൽ ലെവലിൽ എലവേറ്റ് ചെയ്യാം. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ 2024 റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റിലെ ഡെന്റൽ കോളേജസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സ്റ്റുഡൻസിന് കട്ടിംഗ് എഡ്ജ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ലാബ് ഗ്രോൺ ടീത്ത് ഇംപ്ലിമെന്റഡ് ആകുമ്പോൾ കേരളത്തിന്റെ ഡെന്റൽ കെയർ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യും, പേഷ്യൻസിന് വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് ആക്സസ് എൻഷുവർ ചെയ്യും. ഈ ബ്രേക്ക് ത്രൂ ഡെന്റൽ സയൻസിന്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യുന്നു. ലാബ് ഗ്രോൺ ടീത്ത്, ഫില്ലിങ്സ്, ഇംപ്ലാന്റ്സ് പോലുള്ള ട്രഡീഷണൽ മെത്തഡ്സ് റീപ്ലേസ് ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്, നാച്ചുറൽ, ഡ്യൂറബിൾ, ബയോകോമ്പാറ്റിബിൾ സൊല്യൂഷനുകൾ ഓഫറിംഗ് ചെയ്യുന്നു. 3D പ്രിന്റിംഗ്, ബയോപ്രിന്റിംഗ് ഡെന്റിസ്ട്രിയിൽ ഓൾറെഡി ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് ബ്രിങ് ചെയ്യുന്നു, ലാബ് ഗ്രോൺ ടീത്ത് ഈ ഇന്നൊവേഷനുകളുടെ പിനാക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നു. സോഷ്യലി ഓറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന്, എസ്പെഷ്യലി വൾണറബിൾ പോപ്പുലേഷനുകൾക്ക് ഈ ടെക്നോളജി സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. ഇക്കണോമിക്കലി ഡെന്റൽ കെയർ കോസ്റ്റ്സ് റിഡ്യൂസ് ചെയ്യാൻ, ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ ലാബ് ഗ്രോൺ ടീത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സയന്റിഫിക്കലി റീജനറേറ്റീവ് ഡെന്റിസ്ട്രിയുടെ ഫ്രോണ്ടിയേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ടിഷ്യൂ എഞ്ചിനീയറിംഗ്, സ്റ്റെം സെൽ ആപ്ലിക്കേഷനുകളിൽ ഫർദർ റിസർച്ച് ഇൻസ്പയർ ചെയ്യുന്നു. ചലഞ്ചസ് റിമെയിൻ, ഇന്റഗ്രേഷൻ, സ്കേലബിലിറ്റി, അഫോർഡബിലിറ്റി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ കിങ്സ് കോളേജിലെ ടീമിന്റെ പയനിയറിംഗ് വർക്ക് ഡെന്റൽ കെയറിന്റെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നു. വേൾഡ് വൈഡ് പേഷ്യൻസ് വൺ ഡേ ലാബ് ഗ്രോൺ ടീത്തിന്റെ ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാം, പെയിൻ ഫ്രീ, ഫങ്ഷണൽ, നാച്ചുറൽ സ്മൈൽസ് റീഗെയിൻ ചെയ്യാം. കേരളത്തിൽ ഹെൽത്ത് കെയർ ഇന്നൊവേഷന്റെ ഹബ് ആയ സ്റ്റേറ്റ് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പോയിസ്ഡാണ്, ഡെന്റൽ കെയർ ഡെലിവറി റെവല്യൂഷനൈസ് ചെയ്യാൻ റെഡിയാണ്. ഈ വീഡിയോ ഈ ബ്രേക്ക് ത്രൂവിന്റെ സയന്റിഫിക്കും സോഷ്യലുമായ ഇമ്പാക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ലാബ് ഗ്രോൺ ടീത്ത് ഡെന്റൽ കെയറിന്റെ ഫ്യൂച്ചർ റെവല്യൂഷനൈസ് ചെയ്യും, മനുഷ്യന്റെ ഓറൽ ഹെൽത്തിനെ ന്യൂ ലെവലിലേക്ക് എലവേറ്റ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള തോട്ട്സ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.